കേരളം ഭരിക്കുന്നത് കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല. ഇത് കേരള ജനതയുടെ ഉള്ളിൽ മുഴങ്ങി നിൽക്കുന്ന ചില വാക്കുകളാണ്. ഇതിങ്ങനെ രൂപകൽപ്പന ചെയ്തെടുത്തത് ഇടതുപക്ഷം തന്നെയാണ്. കാരണം അവരുടെ പല ചെയ്തികളും നടപടികളും രീതികളും എല്ലാം ജനങ്ങൾക്ക് ഇതൊരു കമ്മ്യൂണിസ്റ്റ് സർക്കാരല്ല എന്ന ബോധ്യമുണ്ടാകുന്ന തരത്തിലേക്കുള്ളതാണ്. അതിൻ്റെ പ്രതിഫലനം എന്ന പോലെ തന്നെയാണ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയത്തിലേക്ക് ഇടതുപക്ഷം കൂപ്പുകുത്തി വീണത്. എന്നാലും തിരുത്തപ്പെടാത്ത നിരവധി പേർ ഇപ്പോഴും ഇടതുപക്ഷത്തുണ്ട്. എന്നാൽ തിരുത്തപ്പെട്ടവരും ഉണ്ട്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തെ കാര്യമായ രീതിയിൽ പരിഗണിക്കുന്ന ഇടതുപക്ഷ നേതാക്കന്മാർക്കിടയിൽ പോയി ചരിത്രം പരിശോധിക്കണമെന്ന് പറയുന്നവരും ഉണ്ട്. 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ വമ്പൻ പരാജയത്തിന് ശേഷം 21 നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 99 സീറ്റുകളിലേക്ക് മൃഗീയ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വന്ന ഇടതുപക്ഷ സർക്കാർ 24 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ ഭൂരിപക്ഷത്തോടുകൂടി വിജയിച്ചു വരുമെന്നാണ് അവർ ചരിത്രത്തെ കൂട്ടുപിടിച്ച് ഇപ്പോഴും വിശ്വസിക്കുന്നത്. എന്നാൽ അങ്ങനെ ഉണ്ടാകുമോ? 2026 കേരളം ഭരിക്കുവാൻ പോകുന്നത് ഇടതുപക്ഷമാണോ? അത് തീരുമാനിക്കേണ്ടത് ജനങ്ങളാണ്. പക്ഷേ LDFും CPMും ഒക്കെ തീരുമാനിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. 2026 കേരളം ഭരിക്കുവാൻ ഇടതുപക്ഷത്തിനൊരു അവസരം കൂടി ലഭിച്ചാൽ ആരായിരിക്കും 2026 മുഖ്യമന്ത്രി? ഭരണവിരുദ്ധ വികാരം, വിഗ്രഹാരാധന, ഏകാധിപത്യ സ്വരം, പാർട്ടിയുടെ എല്ലാ ശ്രദ്ധകളും ഒരു നേതാവിലേക്ക് വഴിത്തിരിഞ്ഞു പോയിരിക്കുന്നു. ഇങ്ങനെ ആക്ഷേപങ്ങൾ നിരവധിയുണ്ട് പാർട്ടിക്കുള്ളിൽ. ആ ആക്ഷേപങ്ങളുടെ എല്ലാം മൂലകാരണമായി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഉയർന്നു വരുന്ന പേര് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റേത് തന്നെയാണ്. അതുകൊണ്ട് 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഇടക്കാല ഒരു ആശ്വാസം പോലെ 2 വർഷം കൂടി ഈ കേരളം ഭരിക്കുവാൻ മറ്റേതെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയാക്കണമെന്നൊരു ആവശ്യം ഉടലെടുത്തു വന്നാൽ ആരായിരിക്കും ഒരു ഇടക്കാല മുഖ്യമന്ത്രി? അതല്ല, ആരായിരിക്കും 2026 കേരളം ഭരിക്കുവാൻ പോകുന്ന ഇടതുപക്ഷ മുഖ്യമന്ത്രി? ഈ പട്ടികയിലേക്ക് ചേർക്കുവാൻ നിരവധി നേതാക്കന്മാർ ഇടതുപക്ഷത്തുണ്ട്. അവരിൽ ചിലരെ ഒതുക്കി കഴിഞ്ഞിരിക്കുന്നു. ചിലർ മരണപ്പെട്ടു പോയവരാണ്. മറ്റു ചിലർക്ക് ഇപ്പോഴും സാധ്യതയുണ്ട്. പരിശോധിക്കാം. 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഇങ്ങനെ പോകട്ടെ, ശേഷം കരുത്തനായ ഒരു നേതാവിനെ മുൻനിർത്തി നിയമസഭ പിടിച്ചെടുക്കാം എന്ന് കരുതുന്ന ഇടതുപക്ഷ നേതാക്കന്മാർ നിരവധിയുണ്ട്. എന്നാൽ അതുവരെ നോക്കിയിരുന്നാൽ പണ്ട് പാർട്ടി നേതാവായ അച്യുതമേനോനെതിരെ വിളിച്ച ഇതുപോലൊരു ഭരണം കേരള ജനത കണ്ടിട്ടില്ല എന്ന് ജനങ്ങൾ വിളിക്കുന്ന അവസ്ഥയുണ്ടാകും. ഇങ്ങനെ ഭയക്കുന്നവരും നിരവധിയാണ്. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അടിമുടി തകർന്നുപോയ കോൺഗ്രസിൽ ഉണ്ടായതുപോലെ ഒരു നേതൃമാറ്റം ഇപ്പോൾ ഇടതുപക്ഷത്തിനും അനിവാര്യമാണ്. ഒരു ഇടക്കാല മുഖ്യമന്ത്രി എന്ന പദവിയിലേക്കോ അല്ലെങ്കിൽ വരുംകാല മുഖ്യമന്ത്രി എന്ന പദവിയിലേക്കോ LDFന് ആരെ ഉയർത്തി കാണിക്കുവാനുണ്ട് എന്നത് വലിയൊരു ചോദ്യം തന്നെയാണ്. കോടിയേരി ബാലകൃഷ്ണൻ ഒരു യഥാർത്ഥ പകരക്കാരനായിരുന്നു. അദ്ദേഹം സംഘടനാ രംഗത്തും ഭരണരംഗത്തും പാർട്ടിയുടെ ചിരിക്കുന്ന മുഖമായിരുന്നു. നല്ല ആഭ്യന്തര മന്ത്രിയായിരുന്നു. അച്ചടക്കത്തിൻ്റെ അതിർവരമ്പുകളെ ലക്ഷ്മണരേഖകളാക്കി അദ്ദേഹം ആദരിച്ചിരുന്നു. ഇടക്കാല മുഖ്യമന്ത്രി പദവിയിലേക്ക് അലങ്കരിച്ചിരുത്തുവാൻ S രാമചന്ദ്രൻ പിള്ള PB അംഗം എന്ന നിലയിൽ യോഗ്യനാണ്. പിണറായിയോ EP ജയരാജനോ പാർട്ടി സെക്രട്ടറിമാരായിരിക്കട്ടെ. MV ഗോവിന്ദൻ മാസ്റ്റർ വീണ്ടും മന്ത്രിയാകട്ടെ. 2026 മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാകട്ടെ. താത്വിക പരിജ്ഞാനത്തോടൊപ്പം ഭരണപരിചയവും ഇവർക്കെല്ലാം ഉണ്ടാകട്ടെ. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിക്കുവാൻ കഴിയുന്ന ഇടതുപക്ഷ നേതാക്കന്മാരാണ് G സുധാകരനും തോമസ് ഐസക്കും KK ശൈലജയും ഒക്കെ. പാർട്ടിക്കുള്ളിൽ നിന്നുകൊണ്ട് പാർട്ടിയുടെ വിമർശന ശബ്ദമായി തിരുത്തൽവാദിയായൊക്കെ നിൽക്കുന്ന G സുധാകരനെ ഇപ്പോഴും സ്നേഹിക്കുകയും അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ശരി കാണുകയും ചെയ്യുന്നവർ നിരവധിയുണ്ട്. പക്ഷേ പാർട്ടി ഒറ്റക്കെട്ടായി G സുധാകരനെ മുഖ്യമന്ത്രി പദത്തിലേക്ക് കൊണ്ടുവരുമോ എന്നത് സംശയത്തിന് ഇടമുള്ള ഒരു കാര്യം തന്നെയാണ്. തോമസ് ഐസക്, KK ശൈലജ ടീച്ചർ, ഇവരെ രണ്ടുപേരെയും നിശബ്ദമായി വെട്ടിനിർത്തിയിട്ടുണ്ട്. ഇടതുപക്ഷത്തെ തന്നെ ചില പ്രധാന നേതാക്കന്മാർ അതിന് കൂട്ടുപിടിച്ചിട്ടുമുണ്ട്. ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഇരുവർക്കുമുണ്ടായ വമ്പൻ പരാജയവും തിരിച്ചുവരവിൻ്റെ പാതയെ ദുസ്സഹമാക്കി മാറ്റിയിട്ടുണ്ട്. 2026 ഇടതുപക്ഷത്തിന് വലിയ ശ്രമകരമായ ഒരു തെരഞ്ഞെടുപ്പായിരിക്കും വരാൻ പോകുന്നത്. സ്വന്തം പ്രവർത്തനങ്ങൾ കൊണ്ട് നേടിയെടുത്ത ഭരണവിരുദ്ധ വികാരം മറുതലക്കൽ തൃണമാണെന്ന് കരുതിയിരുന്ന BJP വളർന്നു പടർന്ന് പന്തലിക്കുന്നു. അവർ പിടിക്കുന്ന വോട്ടുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം വിജയിക്കുവാൻ വിധിക്കപ്പെട്ടൊരു പാർട്ടിയായി മാറിപ്പോയി എന്ന ഭയം കൂടി ഇടതുപക്ഷത്തിൽ ഇപ്പോഴും തെളിഞ്ഞു കിടപ്പുണ്ട്. 2025 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരത്തിൻ്റെ 2 ഘട്ടങ്ങളെ ഒന്നിച്ച് നേരിടേണ്ടി വരും ഇടതുപക്ഷത്തിന്. നേതൃനിരയിലുള്ള ജനവിശ്വാസം ഉറപ്പിക്കുകയും കരുതലായി കാണുകയും ചെയ്തില്ല എങ്കിൽ
ദൂരം കൊണ്ട് അകലെയുള്ള പശ്ചിമ ബംഗാളും ത്രിപുരയും ഇന്ത്യ രാജ്യത്തിൻ്റെ തെക്കേയറ്റത്തേക്ക് പറന്നു വന്ന് വീഴും. ആ വീഴ്ചയുടെ ആഘാതം ഇടതുപക്ഷത്തിന് താങ്ങാൻ കഴിയാതെ പോവുകയും ചെയ്യും. അതുകൊണ്ട് ഇനിയെങ്കിലും ജനങ്ങളെ മനസ്സിലാക്കി ജനങ്ങളുടെ ബോധ്യത്തിന് അനുസൃതമാകുന്ന രീതിയിലേക്കുള്ള ഭരണ നേട്ടങ്ങൾ കൈവരിച്ച് മുൻപോട്ട് പോകുവാൻ സാധിച്ചെങ്കിൽ മാത്രമേ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുവാനും മേൽപ്പറഞ്ഞ നേതാക്കന്മാരിൽ ആരെങ്കിലും ഒരാളെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്ന പുത്തൻ ഭരണവികാരത്തെ ജനങ്ങളിലേക്ക് പകർന്നു നൽകുവാനും സാധിക്കുകയുള്ളൂ.